ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാത്താൻ സ്ലേവസ് എന്ന സിനിമയെ പറ്റിയാണ്. 1980കളിൽ സുബാജിയോ എഴുതിയിട്ടുള്ള സാത്താൻ സ്ലേവസ് എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ജോക്കോ അൻവർ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഇന്തോനേഷ്യൻ സിനിമയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ റെസ്പോൺസാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. സാത്താനെ സേവിക്കുന്ന ഒരു സ്ത്രീ കാരണം അവർ അനുഭവിക്കുന്ന വിഷമതകളും ഭയാനകമായ അനുഭവങ്ങളുമാണ് ഈ കഥയിൽ പറയുന്നത്. റീനയുടെ കുടുംബം സാമ്പത്തികമായി തകരുന്നു. റീനയുടെ അച്ഛൻ, അമ്മ, അമ്മുമ്മ, 3 സഹോദരന്മാരടങ്ങുന്ന ഒരു കഥയാണിത്. അങ്ങനെയിരിക്കെ അവളുടെ അമ്മ ദുരൂഹ രോഗം ബാധിച്ച് മരിക്കുന്നു. കുടുംബം പോറ്റാൻ കഴിയാത്ത അച്ഛൻ വീട് വിൽക്കാനായി നഗരത്തിലേക്ക് പോകേണ്ടതായി വരുന്നു. അതേസമയം വീട്ടിൽ വിചിത്രമായ കാര്യങ്ങൾ നടക്കുന്നു. ഈ കാര്യങ്ങൾ കൊണ്ടുതന്നെ ഹൈന്ദ്ര എന്ന മന്ത്രവാദിയെ കാണാൻ ഇടയാകുന്നു. അവനിലൂടെ അവളുടെ അമ്മയ്ക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്ന സത്യം മനസ്സിലാക്കുന്നു. താനും തൻ്റെ അനിയന്മാരും സാത്താനെ സേവിച്ചതിൻ്റെ ഫലമായി ലഭിച്ചതാണ് എന്ന സത്യം ഹൈന്ദ്രയിലൂടെ അവൾ മനസ്സിലാക്കുന്നു. ഇതിൽ നിന്ന് ലഭിക്കുന്ന അവസാനത്തെ കുട്ടിയെ 7 വയസ്സാകുമ്പോൾ